ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പാട്ട് പാടാനല്ല കേട്ടോ വന്നിട്ടുള്ളത്. എനിക്ക് യൂട്യൂബിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് തുടക്കക്കാർ മാത്രം എൻ്റെ ചാനൽ കണ്ടാൽ മതി കേട്ടോ. കാരണം എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. നമ്മുടെ ഒരു അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. എനിക്ക് യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. അധികം സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം പറയാൻ അറിയണമല്ലോ. അതെനിക്ക് ചിലപ്പം പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ തുടക്കക്കാർ മാത്രം കണ്ടാൽ മതി. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ചെറിയൊരു വീഡിയോ ആയിട്ട്. ഇനി കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ അതുപോലെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഷോർട്സുകൾ കൂടുതലായിട്ട് ഇടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഷോർട്സുകൾ കൂടുതലായിട്ട് ഇടുന്നതിനനുസരിച്ച് നമ്മൾ ലോങ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. കാരണം ഷോർട്സിനേക്കാളിലും വാച്ച് അവർ കൂടുന്നത് ലോങ് വീഡിയോ ഒക്കെയാണ്. കാരണം ഞാൻ 2022 ഡിസംബർ 28 എൻ്റെ ചാനൽ തുടങ്ങിയത്. 2023 ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ഷോർട്സാണ്. എൻ്റെ ചാനൽ നോക്കിയാൽ അറിയാം, ഷോർട്സാണ് ഫുള്ള്. അതായത് നമ്മുടെ വീട്ടിലെ ചെടികൾ, പൂക്കൾ വിരിയുമ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ. അതേപോലെ മോന് ചെറിയ കുട്ടിയാണ്, അപ്പോൾ ചെറിയ മോൻ്റെ അതൊക്കെ ഇങ്ങനെ ഇടുമായിരുന്നു. പിന്നെ ഷോർട്സ്, ലോങ് വീഡിയോ എൻ്റെ ചാനൽ നോക്കിയാൽ അറിയാം, ലോങ് വീഡിയോ തീരെ ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ ഒന്ന് രണ്ട് പാട്ടുകൾ ഇട്ടു ചാനലിൽ. ഞാൻ പാടിയിട്ട് ഇട്ടു. അതിനുശേഷം എനിക്ക് കുറച്ച് വ്യൂസും കൂടി സബ്സ്ക്രൈബറും കൂടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആ പാട്ട് ഇട്ടിട്ടാണ് എൻ്റെ ചാനൽ ഒന്നുകൂടി ഗ്രോത്ത് ആവുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പാട്ട് ഇടാൻ തുടങ്ങി. പാട്ട് പാടി ഷോർട്സാണ് കേട്ടോ അപ്പോഴും ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബർ ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഷോർട്സ് വഴി ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പം ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് വാച്ച് ടൈം തീരെ ഇല്ല കേട്ടോ. ഇപ്പം എനിക്ക് 300 ആയിട്ടുള്ളൂ. ഇപ്പോഴും വാച്ച് അവർ 300 ആയിട്ടുള്ളൂ. സബ്സ്ക്രൈബർ എനിക്ക് 950 ആയിട്ടുണ്ട്. അതിപ്പോഴായതാണ് കേട്ടോ. 500 ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ലോങ് വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് 900 സബ്സ്ക്രൈബർ ആയത്, 950 സബ്സ്ക്രൈബർ ആയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം ഇതാണ്, ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ടിരിക്കരുത്, ലോങ് വീഡിയോ അതുപോലെ ഇട്ടുകൊണ്ടിരിക്കണം. ഷോർട്സിനനുസരിച്ച് ലോങ് വീഡിയോ ഇടണം. പിന്നെ ഒരു കാര്യം, കറക്റ്റ് ഒരു സമയത്ത്, അതായത് നമ്മൾ അനലിറ്റിക്സ് നോക്കിയാൽ അറിയാം, നമ്മളെ വ്യൂസ് നോക്കിയാൽ അറിയാം. പിന്നെ നമ്മൾ ഏത് ടൈമിലാണോ നമ്മളെ ചാനൽ കൂടുതലായിട്ട് ആളുകൾ കാണുന്നത് എന്ന് നമുക്ക് അനലിറ്റിക്സ് നോക്കിയാൽ അറിയും കേട്ടോ. അപ്പോൾ അത് ടൈമിന് ചെയ്യണം. കാരണം നമ്മളിങ്ങനെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഏത് ടൈമിലാണോ നമുക്ക് വ്യൂസ് കൂടുന്നത് ആ സമയം നമ്മൾ ഫിക്സ് ചെയ്യണം കേട്ടോ, വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. അത് രണ്ടാമത്തെ കാര്യം ടൈമിൻ്റെ കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം തംബ്നെയിൽ നല്ല സെറ്റാക്കണം കേട്ടോ. നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഇൻഷോട്ട് വഴിയാണ് ചെയ്യുന്നത്. ഇൻഷോട്ടിൽ പെട്ടെന്നുണ്ട്. വീഡിയോ എഡിറ്റൊന്നും ചെയ്യാതെയാണ് വീഡിയോ ഇടാറുള്ളത്. പാട്ടിലൊന്നും എഡിറ്റിങ് വരുത്താറില്ല. അതുപോലെയാണ് ഇടുന്നത്. എങ്കിലും നമുക്കെന്തെങ്കിലും എഡിറ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇൻഷോട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ ഇൻഷോട്ടിലൂടെ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് കഴിയുന്ന പോലെ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പറയാനുള്ളത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. പാട്ടൊക്കെ ഒന്ന് കേട്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.